പിന്നെ നമ്മൾ തുടങ്ങുന്ന ജഗദീഷ് ചേട്ടൻ്റെ കൈയാണ്. ജഗദീഷ് ചേട്ടൻ നമ്മൾ ഫ്രെയിമിൽ കണ്ടതുപോലെ തന്നെ ആ ബോക്സിനകത്ത് വെട്ടി വയ്ക്കുന്ന കൈ കാണിച്ച് ഈ ഒരു ഡീറ്റെയിലിംഗ് കാണിച്ചപ്പോൾ തന്നെ പുള്ളിക്ക് ഫുള്ള് ഹാപ്പിയായി. കട്ടായി പോയ ഒരുപാട് സീനുകളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട സീക്വൻസുകളൊന്നും ഉണ്ടായിരുന്നു. എടുക്കുമ്പോൾ തന്നെ ഈ ഒരു ബ്രീത്തിങ് വേണം, ഈ ഒരു ബ്രീത്തിങ് ഇങ്ങനെ തുടിപ്പുണ്ട്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു എയർ ബ്രഷ് പമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൈവായിട്ട് നമ്മുടെ ആ മെഷീൻ ഉണ്ടല്ലോ, ശരിക്കും ആ സിനിമയിൽ കാണുന്ന മെഷീൻ ഒറിജിനൽ മെഷീനാണ്. അതാണ് ഈ പറഞ്ഞ 240 ലിറ്റർ ബ്ലഡ് നമ്മൾ എടുത്ത കുറെ ആവശ്യത്തിന് വേണ്ടി എടുക്കാറുള്ളൂ. ഇവിടെ നിന്ന് ഇപ്പോൾ ട്രാൻസ്പോർട്ട് വീട്ടിൽ നമ്മുടെ എറണാകുളത്ത് നിന്ന് മൂന്നാർ എത്തിക്കും. 20 ലിറ്റർ ഇവിടെ നിന്ന് ബസ്സിൽ കയറ്റി എവിടെ ചെയ്യാം. സ്മൈലിടുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അതെ അതെ അതെ. ശരിക്കും അതിന് എന്താ ചെയ്യുന്നത്? ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് കലൈ മാസ്റ്റർ പറയുന്നത് ഇങ്ങനെ ഒരു ഐഡിയ പ്ലാനിങ് ഉണ്ട്, ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. നമുക്ക് ഓഫ്കോഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അന്ന് സിൽക്കോണിൽ വർക്ക് ചെയ്തതാണ്. ഇതിൽ ഈ മുട്ടിൽ ലോക്ക് ചെയ്യും. ഈ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നുണ്ടോ, ഈ ഒരു സ്റ്റേജായിരിക്കും. അതായത് നമ്മൾ സിനിമയിൽ കണ്ടിരിക്കുന്നത് കൊച്ചിനെ എടുത്ത ശേഷമാണ്. ശരിക്കും സിനിമ ഈ പറഞ്ഞ പോലെ ലൈവായിട്ട് എടുക്കുന്ന തന്നെ ഉണ്ട്. അത് അത്രയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ലിക്വിഡ് വരുന്നതും അതുപോലെ അത്രയും സ്ട്രെയിൻ എടുക്കുന്ന എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ അതൊന്ന് കണ്ടുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ പറഞ്ഞ മാർക്കോ സീക്രട്ടുകൾ. ഇത് ഈ മുഖം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തികച്ചും യാദൃശികം മാത്രമാണ്. ശരിക്കും ഇതിനുവേണ്ടി എത്ര ദിവസത്തെ എഫേർട്ട് ഉണ്ടായിരുന്നു? ഇത് ശരിക്കും നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് 1 മാസം മുമ്പേ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആള് ബോംബെയിലായിരുന്നു. ആളെ നമ്മൾ ഇങ്ങോട്ട് കേരളത്തോട് കൊച്ചിയിലോട്ട് വരുത്തി ആളുടെ ഹെഡിന്റെ മോൾഡ് എടുത്തു. അതായത് മറ്റേ നമ്മൾ വീഡിയോയിലൊക്കെ അതെ, മോൾഡ് നമ്മുടെ അൾജിനേറ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ സിൽക്കോണിൽ മോൾഡ് എടുക്കും. മോൾഡ് എടുക്കുന്നതിന് ഒരു 2-3 hours വർക്ക് ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളി അത് എൻജോയ് ചെയ്തു. കാരണം അത് കുറച്ച് ടെൻഷനായിരുന്നു, കാരണം എങ്ങനെയാണ് അറിയില്ലല്ലോ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ശരിക്കും നല്ല മോൾഡ് കിട്ടി. പിന്നെ നമ്മൾ തുടങ്ങുന്ന ജഗദീഷ് ചേട്ടൻ്റെ കൈയാണ്. ജഗദീഷ് ചേട്ടൻ നമ്മൾ ഫ്രെയിമിൽ കണ്ടതുപോലെ തന്നെ ആ ബോക്സിനകത്ത് വെട്ടി വയ്ക്കുന്ന കൈ, ഇതാണ് ശരിക്കും ഫസ്റ്റ് നമ്മൾ പ്രോസറ്റിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഹനീഫിക്ക് നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത്. ഈ ഒരു ഡീറ്റെയിലിംഗ് കാണിച്ചപ്പോൾ തന്നെ പുള്ളിക്ക് ഫുള്ള് ഹാപ്പിയായി. കാരണം അത്രയും ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ ആ ഒരു ഒറിജിനാലിറ്റിയും എല്ലാം ഉണ്ടായി. സ്കിൻ ടോൺ, അതെ, സ്കിൻ ടോണിലോട്ട് നമ്മൾ കൊണ്ടുവന്നു. സ്കിൻ ടോൺ, ആ ഗ്രോത്ത്, ആ ടെക്സ്ചർ എല്ലാം കംപ്ലീറ്റ് എടുക്കേണ്ടി വന്നു. അപ്പൊ അത് ഭയങ്കര ഒരു വിജയമായിരുന്നു. അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളെല്ലാം. ശരിക്കും ഒരു മോൾഡ് കിട്ട ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് നമ്മുടെ അതായത് പ്രോസറ്റിക് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ചെയ്തു തരുന്നത്. ഈ ഒരു രീതിക്കായിരിക്കും നമ്മൾ കൊടുക്കുന്ന റെഫറൻസിന് മോൾഡാക്കി തരുന്നത്. ബാക്കി നമ്മൾ കളർ ടോണിങ്ങും ബാക്കി ആ ഒരു എഫക്റ്റിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ ഒരു മേക്കപ്പ് മാനാണ്. അപ്പോൾ അത് ഈ രീതിക്ക് അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ക്രിയേറ്റ് ചെയ്യും. നമ്മളൊരു ആർട്ട് വർക്ക് കൊടുക്കുമ്പോൾ അവരൊരു മോൾഡ് ഉണ്ടായി തരും. നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു മോൾഡ് എന്തായാലും അവരെ കാരണം അവർ ആർട്ട് വർക്ക് പിടിച്ച ആൾക്കാരാണ്, അവരെ കൊണ്ട് ചെയ്തു തരുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ശരിക്കൊരു നമ്മുടെ വില്ലൻ്റെ ബ്രെയിൻ എന്ന് പറയാം. അപ്പോൾ കട്ടായി പോയ ഒരുപാട് സീനുകളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട സീക്വൻസുകളൊന്നും. അപ്പോൾ പക്ഷേ ഇതും ശരിക്കും ഏത് സ്റ്റേജിലായിരിക്കും? വിത്തൗട്ട് കളറൊക്കെ ഉള്ളൊരു അല്ല, ഇത് നോർമലി ആയിരിക്കും അവരുണ്ടായി തരുന്നത്. നമ്മൾ കളറിങ്ങും ബ്ലഡും ഈ എഫക്റ്റ് ഒക്കെ നമ്മൾ തന്നെ കൊടുക്കണം. കാരണം ഇത് ഈ ഒരു എഫക്റ്റ് ആയിരിക്കില്ല. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ ഇത് ചെതറി, അതായത് ഫുൾ ബ്ലഡ് ഒക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ബ്രീത്തിങ് ഒക്കെ അതിൽ കിട്ടും. അതിന്റെ ഒരു വൈബിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇതിന്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും, ഉള്ളിൽ എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ അങ്ങനെ? അല്ല, നമ്മൾ ജെല്ലായിരിക്കും, ജെൽ ബ്ലഡ് എന്നുള്ള ബ്ലഡ് ഉണ്ട്, ആ ബ്ലഡായിരിക്കും ഫില്ല് ചെയ്യുന്നത്. കാരണം ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ചിതറുന്നത്. അത് ചിതറി കഴിഞ്ഞാൽ വേറെ പീസായി ഇടുന്നത്. ഇതിപ്പോ നമ്മളിത് പുള്ളിയുടെ തലയുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ട് കാണിക്കുന്നതാണ്. അപ്പൊ ഇത് അതുപോലെ തന്നെ ഈ ഹാർട്ടും, അഭിമന്യുവിന്റെ ഹാർട്ട് എടുക്കുന്ന പാർട്ടിൽ അനീഫൊക്കെ പറയുന്നുണ്ടായിരുന്നു, എടുക്കുമ്പോൾ തന്നെ ഈ ഒരു ബ്രീത്തിങ് വേണം, ഈ ഒരു ബ്രീത്തിങ് ഇങ്ങനെ തുടിപ്പുണ്ട്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്നൊരു എയർ ബ്രഷ് പമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ടൈമിംഗ് പമ്പ്. അത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് എടുത്തു കഴിഞ്ഞ അടിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തെ പമ്പിങ്. അപ്പൊ ആ പമ്പിങ് കഴിഞ്ഞ ഉണ്ണിച്ചേട്ടന്റെ റിയാക്ഷൻ കഴിഞ്ഞ പിന്നെ ഇത് പൊട്ടിക്കുന്നതാണ്. അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ പല ഭാഗങ്ങളിലും ഫുൾ ടൈം ആ ഷോട്ട് എടുക്കുമ്പോ അവിടെ തൊട്ട് പുറകെ ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങളുടെ ക്രൂ അവിടെ ഉണ്ടാവും. കാരണം ഇങ്ങനെ ഇത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എല്ലാത്തിനും ആള് വേണം. എല്ലാ ബ്ലഡിന്റെ ശരിക്കും ആ ഒരു ക്ലൈമാക്സ് 20 ദിവസം ക്ലൈമാക്സ് ഷൂട്ടാണ് കൊല്ലത്ത് ഒരു ഫാക്ടറിയുടെ ചെയ്തതാണ്. ലാസ്റ്റ് ഡേയിലോട്ട് വരുന്നത് 2 days കണ്ടിന്യൂസ് ഡേ 4 night ഷൂട്ടായിരുന്നു. രാവിലെ 6 മണി തുടങ്ങി പിറ്റേന്ന് ഒരു 11 മണിക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതാണ് അൻവറിന്റെ കൈ. അതെ, അൻവറിന്റെ നമ്മുടെ പുള്ളിയുടെ ഫ്രണ്ടായിട്ട് അഭിനയിച്ചത്. ഇത് ഇച്ചിരി ഫുൾ കൈയാണ്, അതായത് ഫുൾ ഡീറ്റെയിലിംഗ് എടുത്തിട്ട് ചെയ്തതാണ്. അൻവറിന്റെ ഫുൾ കൈ ലൈവായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത്. അതായത് പുള്ളിയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ലൈവായിട്ട് നമ്മുടെ ആ മെഷീൻ ഉണ്ടല്ലോ, ശരിക്കും ആ സിനിമയിൽ കാണുന്ന മെഷീൻ ഒറിജിനൽ മെഷീനാണ്. ഒറിജിനൽ മെഷീൻ വെച്ചിട്ടാണ് ആക്ഷൻ ചെയ്തിരിക്കുന്നത്. അതായത് സേഫ്റ്റി മെഷീൻ ഉണ്ട്, അത് നമ്മുടെ ആർട്ട് ഡയറക്ടർ സുനിലേട്ടൻ സെയിം സാധനം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ലൈവായിട്ട് കട്ട് ചെയ്ത സീനുണ്ട്.
അത് പക്ഷേ നമ്മൾ ഈ ഭയങ്കര വയലൻസ് ആയ കാരണം അതിൽ നിന്ന് ഈ പോയതിന് ശേഷമേ കാണിച്ചിട്ടുള്ളൂ. ശരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ട്യൂബാണിത്. അതായത് ഇതിൽ കൂടെ നമ്മൾ ഈ ട്യൂബിൽ നമ്മൾ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ ബ്ലഡ് തെറിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടെ ബ്ലഡ് കയറ്റി വിടുക ചെയ്യുക. കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പമ്പിങ്ങിൽ ആ ടൈമിങ്ങിൽ അപ്പം ബ്ലഡ് പ്രഷർ ആവും. ആ ഒരു ഫീലാണ് ഉണ്ണിച്ചേട്ടൻ്റെ മുഖത്ത് ബ്ലഡ് അടിക്കുന്നത്. ശരിക്കും ഈ ഒരു ബ്ലഡിന് സ്മെല്ലോ അല്ലെങ്കിൽ എന്താവും, അതായത് വെള്ളം പോലെ ഇരിക്കും, ഒരു തിക്നെസ് ആയിരിക്കും, പിന്നെ ഒരു സ്വീറ്റ്സ് ആയിരിക്കും. കാരണം ഒരു ടേസ്റ്റ് ഒരു മധുരം ഉണ്ടാവും. അല്ലാതെ വേറെ സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇല്ല. പെട്ടെന്ന് സ്വീറ്റ്സ് ഉള്ള കാരണം ഈച്ചയൊക്കെ പെട്ടെന്ന് വരും. ഞങ്ങൾ ബോഡിയിലൊക്കെ ബ്ലഡ് ഉപയോഗിക്കുമ്പോൾ ഈച്ച പെട്ടെന്ന് വരാറുണ്ട്. അപ്പൊ അങ്ങനെ അതിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ബാഡ് സ്മെല്ലൊന്നും ഇല്ല. ഈ കുറെ അതിനൊരു എക്സ്പയറി ഡേറ്റ് അങ്ങനെ ഉണ്ടോ ബ്ലഡ്? ഉണ്ട്, എക്സ്പയറി ഡേറ്റ് ഉണ്ട്, ക്ലൈമറ്റിന്റെ പ്രശ്നമുണ്ട്. അതാണ് ഈ പറഞ്ഞ 240 ലിറ്റർ ബ്ലഡ് നമ്മൾ എടുത്ത കുറെ ആവശ്യത്തിന് വേണ്ടി എടുക്കാറുള്ളൂ. ഇവിടെ നിന്ന് ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബെഡിൽ നമ്മുടെ എറണാകുളത്ത് നിന്ന് മൂന്നാർ എത്തിക്കും. 20 ലിറ്റർ ഇവിടെ നിന്ന് ബസ്സിൽ കയറ്റി എവിടെ ചെയ്യുക. കാരണം അവിടെ ക്ലൈമറ്റ് പ്രോബ്ലം ആയ കാരണം ഇത് ക്ലൈമറ്റ് മാറുന്ന കളർ മാറും. കളർ മാറും, കുറച്ചും കൂടി ഡാർക്ക് ആവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് അധികം എടുത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഫൈറ്റിനൊക്കെ ഈ 11 ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഫൈറ്റിനൊക്കെ ഇത്രയും ഫൈറ്റേഴ്സിനൊക്കെ ബ്ലഡ് ആവശ്യമുണ്ട്. എല്ലാവർക്കും ബ്ലഡ്, അതാണ് പറഞ്ഞത്, ബ്ലഡ് ആയിരുന്നു കുറച്ചുകൂടെ ക്ലൈമാക്സ് ഫുള്ള് ബ്ലഡ് ആണ്, കംപ്ലീറ്റ് ബ്ലഡ് ആണ്. ഇതിന് കൂടാതെ ആർട്ടിലെ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ കുറച്ച് ബ്ലഡ് ഉണ്ടാക്കി അവരെ ഗ്രൗണ്ടിലും അവിടെ എല്ലാ സഹായത്തിനും വേണ്ടി അവരും ഉണ്ടായിരുന്നു. ഈ സ്മൈൽ ഇടുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ശരിക്കും അതിന് എന്താ ചെയ്തത്? അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പ്രോസ്തറ്റിക് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു പ്ലാനിങ് ഇല്ലാത്തൊരു ഷൂട്ടായിരുന്നു. അതിന് നമുക്ക് ഇതിനൊക്കെ ഒരു പ്ലാനിങ് ഉണ്ട്, നമുക്ക് നേരത്തെ പറഞ്ഞ് ചെയ്തു വെക്കാം. ഇത് ഫസ്റ്റ് അന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കലൈ മാസ്റ്റർ പറയുന്നത് ഇങ്ങനെ ഒരു ഐഡിയ പ്ലാനിങ് ഉണ്ട്, ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. നമുക്ക് ഓഫ്കോഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അന്ന് സിൽക്കോണിൽ വർക്ക് ചെയ്തതാണ് ആ രണ്ട് സൈഡിൽ. എന്നിട്ട് പെട്ടെന്ന് നമ്മളെ ഈ ബ്ലഡും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ടാണ് ആ ഷോട്ട് എടുക്കുന്നത്. പക്ഷെ പലർക്കും ഡൗട്ട് ഉണ്ട് അതെങ്ങനെ ചെയ്യാൻ പറ്റി, ശരിക്കും നമ്മൾ സിൽക്കോണിൽ ചെയ്തിരിക്കുന്നതാണ്. അതിന്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ഉണ്ട് ചെയ്തിരിക്കുന്നത് സിൽക്കോണിൽ. അത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തതാണ്, പെട്ടെന്ന് ഒരു ഷോട്ടിൽ കംപ്ലീറ്റ് ആവുകയും ചെയ്തു. കാരണം അത് റീടേക്ക് ആണെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ കിട്ടത്തില്ല. ഒറ്റ ടേക്കിന് മാഡം നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. കാരണം ഭയങ്കരമായിട്ട് അടിപൊളി നല്ല അഭിപ്രായം കിട്ടി. കാരണം അത് പെട്ടെന്ന് വരുന്ന ഒരു ഐഡിയയിൽ ചെയ്തതാണ്. നമ്മൾ ഈ പറയുന്ന സിൽക്കോണിൽ തന്നെയാണ് ഈ രണ്ട് ഭാഗത്തും നമ്മൾ പാച്ച് ഉണ്ടാക്കിയിട്ട് ഉള്ളിൽ കളറിങ് ചെയ്ത് പിന്നെ ബ്ലഡ് ചെയ്യുന്നത്. ഈ ഗ്യാസ് വെച്ച് അടിക്കുന്നതിന്റെ അടിയിലും ഇങ്ങനെ തന്നെയാണോ? ഗ്യാസ് വെച്ചിട്ടൊരു മോന അടിക്കുന്നത് നമ്മൾ അത് ഈ ഗ്യാസ് കുറ്റി ഡെമ്മി ഉണ്ട്, സേഫ്റ്റി സൈഡിലുള്ള ഡെമ്മി ഗ്യാസ് കുറ്റിയും ഉണ്ട്, മോനും അടിയിലുണ്ട്. പക്ഷെ നമ്മൾ ചതയ്ക്കുമ്പോൾ ഒരു ഹെഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പൊട്ടുന്ന ടൈമിൽ ഒരു മറ്റേ വിഗിന്റെ മോളിലുള്ളൊരു വിഗൊക്കെ വയ്ക്കുന്ന മോളുടെ ഒരു ഹെഡ് ഉണ്ട്. അതിൽ ഫുൾ ആ ഒരു ചതയുന്ന ഫീൽ ആയിട്ട് ബ്ലഡ് വെച്ച് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് VFXകാരുടെ സഹായം കൂടെ കയറുമ്പോഴാണ് അത് കുറച്ചും കൂടി ഒറിജിനാലിറ്റി ആവും. ഇത് നമ്മൾ ഫൈറ്റ് സമയത്ത് ഇങ്ങനെ ഉണ്ണിച്ചേട്ടൻ ഇങ്ങനെ കൈ ഉള്ളിൽ ലോക്ക് ചെയ്തിട്ട് ഒരാളുടെ കഴിയുന്ന ഫീൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ശരിക്കും ഇങ്ങനെ ഒട്ടിക്കുന്ന പരിപാടി. സ്പ്രിംഗ് ഉണ്ട്, ഇങ്ങനെ ഒട്ടിക്കുന്നത്. നമ്മൾ ഒരിക്കലും നമ്മളൊരു കൈയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രോസറ്റിക് മേക്കപ്പിന്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് കൂടിയ ആക്ഷൻ തരാൻ വേണ്ടി കലൈ മാസ്റ്റർ കിങ് ആണ്, പുള്ളി പൊളിച്ചടിക്കും, തിരിക്കും. ശരിക്കും കയ്യിൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര സഹായം ചെയ്ത ഒരു കൈ തന്നെയാണത്. ഇതെങ്ങനെ ഇങ്ങനെ, അതായത് ഒരാളുടെ കൈ മോൾഡ് എടുക്കുമ്പോൾ ഈ ഒരു സ്റ്റേജിലെ മോൾഡ് എടുത്ത് നമ്മൾ ലോക്ക് ചെയ്യാനൊക്കെ ആ ഒരു സിസ്റ്റത്തിൽ ചെയ്തതാണ്. ഇതിന്റെ ഉള്ളിൽ ഈ ബെൽറ്റിലാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. ഈ ബെൽറ്റ് ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ ലോക്ക് ചെയ്യുന്നത്. ഇപ്പൊ ബ്രോയുടെ കൈ മടക്കി വെച്ചിട്ട് ഈ കൈ ഫുള്ളോട്ട് മടക്കി വയ്ക്കും. ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിൽ ലോക്ക് ചെയ്യും. നീ ഇതിൽ ഈ മുട്ടിൽ ലോക്ക് ചെയ്യും. ഈ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, കണ്ടോ? ഈ ഒരു സ്റ്റേജ് ആയിരിക്കും. ഈ ഒരു സ്റ്റേജിൽ നിന്നായിരിക്കും നമ്മളിങ്ങനെ എടുത്തിട്ട് ഓടിക്കുന്നതും തിരിക്കുന്നതും മടക്കുന്നത്. ഇത് കൊള്ളാം. ടെക്നിക്കൽ ടേംസ്. ഇതാ മാർക്കോയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ പറഞ്ഞ കൊച്ച്. ഇതിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് ശരിക്കും ഭയങ്കര ഈ ഒരു സീൻ എടുക്കുമ്പോൾ എല്ലാവരും മനസ്സും തകർന്നു എന്നാണ്. കാരണം പുള്ളി 5 ദിവസം ഉറങ്ങിയില്ല. അതങ്ങനെ ഉണ്ടായി. കാരണം ഇത് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമ്മളിത് ക്രിയേറ്റ് ചെയ്തത്. കാരണം ഇപ്പൊ ഈ കാണുന്ന കളറല്ല, സ്കിൻ ടോണ്, ഫുൾ ബ്ലഡ്. അതായത് നമ്മൾ സിനിമയിൽ കണ്ടിരിക്കുന്നത് കൊച്ചിനെ എടുത്ത ശേഷമാണ്. ശരിക്കും സിനിമ ഈ പറഞ്ഞ പോലെ ലൈവായിട്ട് എടുക്കുന്ന തന്നെ ഉണ്ട്. അത് അത്രയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ആ ലിക്വിഡ് വരുന്നതും അതുപോലെ അത്രയും സ്ട്രെയിൻ എടുക്കുന്ന എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ അതൊന്നും കണ്ടുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടായി. അത്ര ലൈവായിട്ട് നമ്മൾ എടുത്താണ്. അതായത് ഈ ഒരു വെയിറ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത്. അത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഈ കൊച്ചിന് ഇങ്ങനെ ഒരു ചലനം ഉണ്ടാവും.
അതിന് വേണ്ടി ഉള്ളിൽ എന്തെങ്കിലും ചെയ്തോ അപ്പൊ? ഒരു വെയിറ്റ് ബാലൻസിങ് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങോട്ട് താഴോട്ട് വെയിറ്റ് ആയിരിക്കും, എങ്കിൽ മാത്രമേ ഈ ഒരു ചലനം. ശരിക്കും ഉണ്ണിയേട്ടൻ ഇതൊക്കെ കണ്ട് ഉണ്ണിയിട്ടനെ കണ്ടത് കണ്ട് അല്ല പുള്ളിക്ക് പൊതുവേ അങ്ങനെ ഒരു ഇതിലൊന്നും ഇതാത്ത ആളാ. പക്ഷെ ഭയങ്കര എല്ലാത്തിനും പുള്ളി ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു, ഭയങ്കരമായിട്ട് സപ്പോർട്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര നമുക്ക് റിസൾട്ട് തന്നൊരു വർക്കായിരുന്നു. ഇതൊരു എല്ലാ പടത്തിലും ഇങ്ങനെ ആയിരിക്കും കുട്ടി, ജനിച്ച കുട്ടി ഇങ്ങനെ തന്നെ? ജനിച്ച കുട്ടി പല രീതിയിലായിരിക്കാം, പക്ഷെ നമ്മുടെ അല്ല അങ്ങനല്ല, പൊതുവെ സിനിമകളിൽ റിയൽ ആയിട്ട് നമുക്ക് കുട്ടീനെ കൊണ്ടുവരാൻ പറ്റും. ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ പാടാണ്, കാരണം ജനിച്ചപ്പോൾ തന്നെ നമുക്ക് അങ്ങനെ പാടല്ല. അപ്പൊ ഇതായിരിക്കും മോൾഡ് വർക്ക് ചെയ്യാറുണ്ട്. ശരിക്കും നമുക്ക് ഇതുവരെ ചെയ്തിരുന്ന മോൾഡ് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഇത് ചെയ്തത്. കാരണം ഇത് ഹൈദരാബാദിൽ നിന്ന് വന്ന ഒരു ടീമാണ് ചെയ്തത്. കാരണം അവർ ഒരു വെയിറ്റ് ബാലൻസിങ് ചെയ്യണം. നമ്മുടെ വർക്ക് ചെയ്തിട്ട് അത്ര അത് അവർ ഓക്കെ അല്ലാത്ത കാരണം അവരുടെ ഒരു ഹൈദരാബാദിൽ നിന്ന് ഒരാൾ വന്നാണ് നമുക്കിത് ചെയ്ത് തന്നിട്ട് ഡീറ്റെയിൽ ചെയ്തത്. അവർ ഹൈദരാബാദിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ ഒന്ന് വെയിറ്റ് ബാലൻസിന് വേണ്ടിയിട്ട് മോൾഡ് ചെയ്ത് തന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു സ്റ്റേജിൽ ഇപ്പൊ മേക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുമോ ഇതിന് കുറച്ചുകൂടെ VFXന്റെ വേണം? അതെ, തീർച്ചയായിട്ടും പറയാറുണ്ട്. കാരണം ഞാനിത് ഫിലിം കമ്മിറ്റ് ചെയ്തപ്പോഴേ അനീഫിക്ക് എടുത്തും പ്രൊഡക്ഷൻ സൈഡ് പറഞ്ഞിരുന്നു, ഞങ്ങളിപ്പോൾ മേക്കപ്പ് ഇപ്പോൾ എത്ര മാക്സിമം നമ്മുടെ ചെയ്യാം, അതിന് VFXന്റെ സഹായം എന്തായാലും വേണ്ടി വരും. കാരണം അത്രയും ഡീറ്റെയിലിംഗ് കാണിക്കാവുന്നത് VFXന്റെ സഹായം വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഷോട്ടിലും നമ്മളെ പ്രശാന്ത് ഏട്ടൻ VFX ചെയ്ത പ്രശാന്ത് ഏട്ടൻ കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഓപ്ഷൻ പുള്ളി കേൾക്കാറുണ്ട്, പുള്ളിയുടെ ഓപ്ഷൻ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ നമ്മളൊരു അണ്ടർസ്റ്റാൻഡ് പരിപാടി അടിപൊളി. ഇതിലൊക്കെ ഏതെങ്കിലും VFX ചെയ്തിട്ടുണ്ട്? VFX ചെയ്തിട്ടുണ്ട്. ജഗദീഷേട്ടൻ്റെ ഒന്നും ചെയ്തിട്ടില്ല. ജഗദീഷേട്ടൻ്റെ ഇത് എല്ലാം പ്രോപ്പർ നമ്മുടെ വർക്ക് തന്നെയാണ്. വേറെ ഈ പാർട്സിലൊന്നും അങ്ങനെ VFX വരാൻ സാധ്യതയില്ല. ഇത് നമ്മളെ ഫൈറ്റേഴ്സിന്റെ ഒരു കൈയാണ്, ഓടിക്കുമ്പോൾ ബോൺ പുറത്ത് വരുന്നില്ലേ, ഷോട്ടിലെ കണ്ടിട്ടില്ലേ, ഈ ബോൺ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൽ VFXന്റെ സഹായം കൂടെ ഉണ്ട്. കാരണം ഈ ഓടിയുന്ന സമയത്ത് ബ്ലഡും കൂടെ വരണം. ബ്ലഡും വരണം, അതുപോലെ കുറച്ച് ആ ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി VFXന്റെ സഹായം കൂടെ വരും. ഇത് കുറച്ച് അതെ. പക്ഷെ ഇങ്ങനത്തെ സഹായത്തൊക്കെ നമുക്കത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലഡ് ഇടുന്ന മൈനോട്ട് സാധനങ്ങളൊക്കെ VFXന്റെ സഹായങ്ങൾ ആവശ്യം വരില്ല. ഈ ഫാമിലി എന്താ പറഞ്ഞ മാർക്ക് കണ്ടിട്ട് അവര് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. പക്ഷെ എൻ്റെ വീട്ടില് അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ അങ്ങനെ പോകാറില്ല. സിസ്റ്റേഴ്സും അളിയനൊക്കെ പോയി കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഫാമിലിക്ക് കാണാൻ പറ്റുന്നതാണ്, ഒരു ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ഇപ്പൊ ഇതൊക്കെ മാർക്കോ 2-ന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും? എങ്ങനെയാണ് മാർക്കോ 2-ന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഞങ്ങൾ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്ത സാധനമാണല്ലോ. അപ്പൊ മാർക്കോ 2-ന് ഇതിനെക്കാളും അപ്പുറം കാണിക്കേണ്ടി ഇതിന് എന്താ ചെയ്യുക? ഇതിന് സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ്? അല്ല, ഇത് നമ്മൾ അധികം ഈ പറഞ്ഞ സിലിക്കോൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ഹോൾഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് കുറെ കഴിയുമ്പോഴത്തേക്ക് ചെറിയ ഹോൾസ് ഒക്കെ വീഴാൻ തുടങ്ങും. പ്ലാസ്റ്റിക് ആണല്ലോ, അപ്പൊ അധികം ഉണ്ടാവില്ല. എന്നാലും ഇരിക്കുന്നപ്പോൾ ഞാൻ സേഫ്റ്റി ആയിട്ട് വെച്ചിരിക്കും. നമുക്കൊരു എന്താ പറയാ, അത് ഭയങ്കര ഒരു ഓർമ്മകളാണ്, നമ്മുടെ ഒരു ബെഞ്ച് മാർക്കാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ എന്തെങ്കിലും ആവശ്യത്തിന് പ്രൊഡക്ഷൻ ആവശ്യപ്പെടുകയോ അതുപോലെ എന്തെങ്കിലും സിനിമയുടെ ആവശ്യം വരുന്നത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പോൾ ഇതാണ് മാർക്കോയുടെയും അല്ലെങ്കിൽ പ്രോസ്തറ്റിക്കിന്റെ ഒരു സീക്രട്ടുകൾ. നമ്മൾ മുമ്പ് ഒരുപാട് സിനിമകളിൽ ഇൻക്ലൂഡിങ് തമിഴിലൊക്കെയാണ് പ്രോസ്തറ്റിക് കൂടുതലായിട്ടും ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ മലയാളത്തിലും ഒരു ഭയങ്കര പുതിയ ബെഞ്ച് മാർക്കായിട്ട് മാർക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ മലയാളത്തിൽ നിന്നല്ലേ മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊരു ഭയങ്കര ഹൈലൈറ്റ് പോയിന്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മുമ്പോട്ടുള്ള സിനിമകളിലും ഇതിലും വമ്പൻ ഡോസ് കൂടി ഐറ്റംസ് കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഏട്ടാ. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈം ബീങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.